ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച 15 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. പോട്ട പഴയ ദേശീയപാതയിൽ ലിറ്റിൽ ഫ്ലവർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്നാണ് കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഒരാൾ തനിച്ച് പണവുമായി കടന്നുകളഞ്ഞത്. ഉച്ചതിരിഞ്ഞ് 2:20 സംഭവം. ഹെൽമറ്റുധാരിയായ കവർച്ചക്കാരൻ ബാങ്കിലേക്ക് കടന്നുവരികയും മുൻഭാഗത്തിരുന്ന പ്യൂൺ ടെജിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഹിന്ദി സംസാരിച്ച ഇയാൾ പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. കത്തി ചൂണ്ടിക്കൊണ്ട് ടെജിനെയും കൊണ്ട് അകത്തേക്ക് കടക്കുകയും കൗണ്ടറിനടുത്ത് എത്തുകയും ചെയ്തു. ഈ സമയം ഡൈനിങ് മുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 2 വനിതാ ജീവനക്കാരെയും ഇയാൾ ഭീഷണിപ്പെടുത്തി. തുടർന്ന് 3 പേരെയും മുറിയിലാക്കിയായിരുന്നു കവർച്ച. കസാരയെടുത്ത് കൗണ്ടറിന്റെ ചില്ല് അടിച്ചു പൊളിക്കുകയും പണം വാരി ബാഗിലാക്കുകയും ചെയ്തു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിലാണ് പണം നിറച്ചത്. ബാങ്കിന്റെ മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടറിലാണ് പോട്ട സ്കൂൾ റോഡിലൂടെ ഇയാൾ അതിവേഗത്തിൽ പോയത്. അക്രമിയുടെ വരവും പണം കവർച്ചയുമെല്ലാം ബാങ്കിലെയും പുറത്തുമുള്ള കടകളിലെയും നിരീക്ഷണ ക്യാമറകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ജീവനക്കാർ ആദ്യം എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു. തുടർന്നായിരുന്നു വിവരം പോലീസിൽ അറിയിച്ചത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ബാങ്കിൽ മൊത്തം 8 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയിരുന്നു. മറ്റ് 4 പേർ അകത്ത് ക്യാബിനിലേക്കും ഉച്ചയൂണിന് നീങ്ങി. ഭക്ഷണ സമയം ആയതിനാൽ പുറത്തുനിന്നുമുള്ള ആരും ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. ബാങ്കിന്റെ ശാഖയായതിനാൽ ഇവിടെ സെക്യൂരിറ്റിയുമില്ല. വിവരമറിഞ്ഞ ഉടനെ തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ സ്ഥലത്തെത്തി. കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്ന് DIG ഹരിശങ്കറും വ്യക്തമാക്കി. തൃശൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സംഭവം നടന്ന ഉടനെ തന്നെ വിവരം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കി. TCV ന്യൂസ്, ചാലക്കുടി.